എല്ലാവർക്കും നമസ്കാരം. സുലൂസ് ഡീക്കാട്രിക്സ് ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചന്ദ്രയാൻ 3 എന്ന ഭാഗമാണ്. ചന്ദ്രയാൻ വരാൻ പോകുന്ന പരീക്ഷകൾക്കെല്ലാം വളരെ പ്രധാനപ്പെട്ടതും ചോദിക്കാൻ ഏറ്റവും അധികം സാധ്യതയുള്ളതുമാണ്. അതിൽ ചന്ദ്രയാൻ 1ഉം 2ഉം 3ഉം ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചന്ദ്രയാൻ 3ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചന്ദ്രയാൻ 1 and 2 എടുക്കുന്നതാണ്. ഈ ക്ലാസ്സിലെ ചന്ദ്രയാൻ 3മായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് എങ്ങനെ സുലൂസ് ഡീക്കാട്രിക്സിലൂടെ പഠിക്കാമെന്ന് നോക്കാം. 1. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? 2023 ജൂലൈ 14. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? 2023 ജൂലൈ 14. 2023 ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇനി ജൂലൈ ആണെന്ന കാര്യം മറന്നു പോകരുത്. കാരണം ഈ ചന്ദ്രയാൻ 3ഉം ചന്ദ്രയാൻ 2ഉം വിക്ഷേപിച്ചിരിക്കുന്നത് ജൂലൈയിലാണ്. മറക്കണ്ട, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചിരിക്കുന്നത് ജൂലൈയിലാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു 14ൻ്റെ കോഡ് മാത്രം പറഞ്ഞു തന്നാൽ മതി. 2023 ജൂലൈ 14. ഇനി നിങ്ങൾ മറക്കാതിരിക്കാൻ എത്ര കിട്ടിയാൽ മതി? 14ൻ്റെ കോഡ് അല്ലെങ്കിൽ ട്രിക്ക് മാത്രം കിട്ടിയാൽ മതി. കേട്ടോളൂ. ചന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മളെല്ലാവരും, അല്ലെങ്കിൽ അന്ന് വൈകിട്ട് വാർത്തയിൽ, ടി വിയിൽ, മൊബൈലിൽ എല്ലാം നമ്മൾ ചന്ദ്രയാനെ കണ്ടിട്ടുണ്ട്. നമ്മൾ കണ്ടത് ഇതാണ്. എന്താണ്? ആകാശത്തേക്ക് പോകുന്ന ഒരു ദീപം, ആകാശത്തേക്ക് പോകുന്ന ഒരു അഗ്നി. അഗ്നി അല്ലെങ്കിൽ ദീപം എന്ന് പറയുന്നതിൻ്റെ കോഡ് 1ആണ്. അഗ്നി അല്ലെങ്കിൽ ദീപത്തിൻ്റെ കോഡ് 1ആണ്. ഇനി ചന്ദ്രയാനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചന്ദ്രയാൻ എന്താണ്? ചന്ദ്രനിലെ സോഫ്റ്റ് ലാൻഡിങ്ങിന് പ്ലാൻ ചെയ്തിരിക്കുന്ന വിക്ഷേപണ പേടകമാണ്. അതിന് എത്ര കാലുണ്ട്? 4 കാലുണ്ട്. അപ്പോൾ ചന്ദ്രയാന് 4 കാലുണ്ട്. 4. ചന്ദ്രയാൻ പോയപ്പോൾ നമ്മൾ കണ്ടത് ഈ അഗ്നിയും പിന്നെ ചന്ദ്രയാനാണ്. ചന്ദ്രയാൻ എന്താണ് ആദ്യം ഉണ്ടത്? അതിൻ്റെ താഴെ 4 കാലാണ്. അഗ്നിയും 4 കാലും. 1, 4, 14. ഇനി മറക്കരുത്, അഗ്നിയും 4 കാലും. 1, 4, 14. 2023 ജൂലൈ 14. 2. ചന്ദ്രയാൻ 3ൻ്റെ ആകെ പിണ്ഡം 3900 കിലോഗ്രാം. ചന്ദ്രയാൻ 3ൻ്റെ ആകെ പിണ്ഡം 3900 കിലോഗ്രാം. ഇത് ഞാൻ എങ്ങനെയാണ് നിങ്ങളെ ഒരു ട്രിക്കിലൂടെ പഠിപ്പിക്കുന്നത് കാണിച്ചു തരാം. ശ്രദ്ധിച്ചു കണ്ടുള്ളൂ. മൂണിനെ ഞാൻ 2ആയി തിരിക്കുന്നു. ആദ്യ ഭാഗം നമ്മൾ എങ്ങനെ വായിക്കും? 3 പറഞ്ഞാൽ 3. ഇതെന്താണ്? എൻ എന്ന് പറഞ്ഞാൽ 9ൻ്റെ ആദ്യത്തെ അക്ഷരമാണ് 9. N for 9. ഈ 2 O എഴുതിയാൽ എന്ത് ചെയ്യുന്നു? ഇപ്പുറത്തേക്ക് ഇടുന്നു. ഇപ്പം എത്രയായി? 3900. 3900 കിലോഗ്രാമാണ് ചന്ദ്രയാൻ്റെ ആകെ, ചന്ദ്രയാൻ 3ൻ്റെ ആകെ പിണ്ഡം. അടുത്തത് പ്രൊപ്പൽഷൻ മൊഡ്യൂളിൻ്റെ പിണ്ഡം. ചന്ദ്രയാൻ്റെ പ്രൊപ്പൽഷൻ മൊഡ്യൂളിൻ്റെ പിണ്ഡം എത്രയായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം 2148 ആണ്. 2148. നാം അതിലേക്ക് എത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ട്രിക്ക് എന്നോണം 1248. 1248. ഇതൊരു ജോമെട്രിക്കൽ സീക്വൻസ് ആണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ്. ഞാനിത് എന്ത് ചെയ്യുന്നു? ഈ 1നെ എടുത്ത് ഇപ്പുറത്തിടുന്നു. 1248 എന്ന സീക്വൻസിൽ നിന്ന് 1നെ എടുത്ത് ഇപ്പുറത്തിടുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു? 2148 കിട്ടുന്നു. പ്രൊപ്പൽഷൻ മൊഡ്യൂളിൻ്റെ പിണ്ഡം നമുക്ക് കിട്ടുന്നു. ഓക്കെ. ലാൻഡർ മൊഡ്യൂളിൻ്റെ പിണ്ഡം. ലാൻഡർ മൊഡ്യൂളിൻ്റെ പിണ്ഡം ഈ ആകെ പിണ്ഡത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊപ്പൽഷൻ മൊഡ്യൂളിൻ്റെ പിണ്ഡം മൈനസ് ചെയ്യുന്നു. അപ്പോൾ എത്ര ഇടുന്നു? 1752. 1752 ലാൻഡർ മൊഡ്യൂളിൻ്റെ പിണ്ഡം. ആകെ പിണ്ഡത്തിൽ നിന്ന് പ്രൊപ്പൽഷൻ മൊഡ്യൂളിൻ്റെ 2140 നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 1752. അതാണ് ലാൻഡർ മൊഡ്യൂളിൻ്റെ പിണ്ഡം. റോവറിൻ്റെ പിണ്ഡം 26 കിലോഗ്രാം. ഇനി നമ്മൾ അവിടെ ചെന്നിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയിട്ട് ചന്ദ്രനോട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വിക്ഷേപിച്ച റോവർ എന്ന് പറയുന്ന പേടകത്തിൻ്റെ പിണ്ഡം 26 കിലോഗ്രാം. ഓക്കെ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച വാഹനം LV-M3M4. LV-M3M4 എല്ലാവർക്കും ഇപ്പം തന്നെ അറിയാമായിരിക്കും. LV-M3M4 അതിൻ്റെ ഫുൾ ഫോം മാത്രം പഠിച്ചാൽ മതി. പിന്നെ ഒരു കാലത്ത് നിങ്ങൾ മറക്കത്തില്ല, ഒരിക്കലും മറക്കില്ല. ഫുൾ ഫോം ഞാൻ പറയാം. ഇതാണ് അതിൻ്റെ ഫുൾ ഫോം. ലോഞ്ചിങ് വെഹിക്കിൾ മാർക്ക് 3 മിഷൻ 4. ലോഞ്ചിങ് വെഹിക്കിൾ മാർക്ക് 3 മിഷൻ 4 എന്ന് പഠിച്ചാൽ മതി. LV-M3 മാർക്ക് 4 പിന്നെ നാം മറക്കില്ല.
വിക്ഷേപണത്തറ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. അവിടെ നിന്നാണ് ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ഓക്കെ. അടുത്തത് ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ഓർബിറ്റിൽ എത്തിയ ദിവസം ഓഗസ്റ്റ് 5, 2023. അപ്പോൾ ജൂലൈ 14 നമ്മൾ അയച്ച ചന്ദ്രയാൻ 3 ഓഗസ്റ്റ് 5 ചന്ദ്രൻ്റെ ഓർബിറ്റിൽ അഥവാ ഭ്രമണപഥത്തിൽ എത്തി. ആ ദിവസം നമുക്ക് പഠിക്കാനുണ്ട്, ഓഗസ്റ്റ് 5. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 40 ദിവസത്തെ യാത്രയാണ് ചന്ദ്രയാൻ 3 നടത്തിയത്. അതിൽ ജൂലൈ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആദ്യത്തെ 5 ഓഗസ്റ്റാണ്, ഓഗസ്റ്റ് 5. ഇനി നിങ്ങൾക്ക് ഈ 5 എന്ന് പറയുന്ന ആ ഒരു നമ്പർ മാത്രം കിട്ടിയാൽ മതി. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് മറക്കാതെ പഠിക്കാൻ പറ്റും. 5 എന്ന് പറയുന്ന നമ്പർ മാത്രം കിട്ടിയാൽ മതി. അതിനുള്ള ട്രിക്ക് പറയാം, കണ്ടോളൂ. ഓർബിറ്റിലാണ് എത്തിയത്. ചന്ദ്രൻ്റെ ഓർബിറ്റ് ORBIT 1, 2, 3, 4, 5. ഓർബിറ്റിന് 5 അക്ഷരം. നമ്മൾ എത്തിയ തീയതി 5ആണ്. നമ്മൾ ഇതിന് തീയതിയായി എടുക്കുന്നു, ഓഗസ്റ്റ് 5. ഓക്കെ. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ദിവസം 2023 ഓഗസ്റ്റ് 23. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ദിവസം 2023 ഓഗസ്റ്റ് 23. 5 എവിടെ എത്തി നമ്മൾ കണ്ടു. 5 ഓർബിറ്റിലെത്തി. 23 ചന്ദ്രയാൻ 3 നമ്മുടെ എല്ലാം സ്വപ്നം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തു. ആ ഓഗസ്റ്റ് 23 ഇന്ന് നമ്മളുടെ രാജ്യത്ത് എന്താണ്, രാജ്യത്തിൻ്റെ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ച് നമ്മൾ ആചരിക്കാൻ തീരുമാനിച്ചു. നമുക്ക് വളരെ അഭിമാനമുള്ള ദിവസമാണ് ഓഗസ്റ്റ് 23. ഇനി ഈ ഓഗസ്റ്റ് 23 മറക്കാതിരിക്കാനായിട്ട് 23 മാത്രം മറക്കാതിരുന്നാൽ മതി. കാരണം ഓഗസ്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു, ഓഗസ്റ്റിലാണെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് 23 എന്ന് പറയുന്ന ആ ഒരു നമ്പർ മാത്രം മറക്കാതിരുന്നാൽ മതി. ആ 23 എന്ന് പറയുന്ന നമ്പർ മറക്കാതിരിക്കാനുള്ള കോഡ് പറയാം, ശ്രദ്ധിച്ച് കേട്ടണം. ചന്ദ്രയാൻ 3 ഭൂമിയിൽ നിന്നും പോകുന്ന സമയത്ത് ഒരു തത്തയും ഒരു ചിത്രശലഭവും അതിനകത്ത് കയറിപ്പറ്റി. തത്ത പക്ഷിയാണ്, പക്ഷിയുടെ കോഡ് 2ആണ്, ചിത്രശലഭത്തിൻ്റെ കോഡ് 3ആണ്. 2, 3, 23. ഇനി മറക്കരുത്, ചന്ദ്രയാനിൽ ആരിരിപ്പുണ്ട്? ഒരു തത്തയും ഒരു ചിത്രശലഭവും ഇരിപ്പുണ്ട്. തത്തയുടെ കോഡ് 2, ചിത്രശലഭത്തിൻ്റെ കോഡ് 3. 2, 3, 23. ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഓഗസ്റ്റ് 23. ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4. ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. US, റഷ്യ, ചൈന കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ് ചന്ദ്രനിൽ വിജയകരമായി പേടകമിറക്കിയ രാജ്യം. 5 രാജ്യങ്ങളാണ് UN-ന് വീറ്റോ പവർ ഉള്ളത്. ആരൊക്കെയാണ്? US, റഷ്യ, ചൈന, ഫ്രാൻസ്, ഇംഗ്ലണ്ട്. ഇതിനകത്ത് ഫ്രാൻസും ഇംഗ്ലണ്ടും മാറ്റി നിർത്തിയാൽ ബാക്കി വരുന്ന 3 രാജ്യങ്ങളാണ് ചന്ദ്രനിൽ വിജയകരമായി പേടകമിറക്കിയത്. 4ാമത് നമ്മളാണ്, ഇന്ത്യ. അടുത്തത് ചന്ദ്രയാൻ 3 കണക്കാക്കിയ ചെലവ് 615 കോടി. 615 കോടിയാണ് ചന്ദ്രയാൻ 3 കണക്കാക്കിയ ചെലവ്. ഇത് ചന്ദ്രയാൻ 2-നേക്കാൾ കുറവാണ്. ചന്ദ്രയാൻ 2 എങ്ങനെയാണ് ചന്ദ്രയാൻ 3 സ്വാഗതം ചെയ്തത്? വെൽക്കം ബഡ്ഡി, സ്വാഗതം കൂട്ടുകാരൻ. അപ്പോൾ ചന്ദ്രയാൻ 2 എന്ന് പറയുന്ന പേടകത്തിൻ്റെ ഓർബിറ്റർ ഇപ്പോഴും ചന്ദ്രനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോഴും ലൈവാണ്. ആ ഓർബിറ്റർ എന്ത് ചെയ്തു? ചന്ദ്രയാൻ 3 സ്വാഗതം ചെയ്തു. എന്താണ് പറഞ്ഞത്? വെൽക്കം ബഡ്ഡി, സ്വാഗതം കൂട്ടുകാര, അല്ലെങ്കിൽ സ്വാഗതം ചങ്ങാതി എന്നാണ് പറഞ്ഞത്. ലാൻഡറിൻ്റെ പേര് വിക്രം, അതിൻ്റെ പ്രചോദനം. അപ്പോൾ നമ്മളിവിടുന്ന് അയച്ചത് ആരെയാണ്? 2 പേടകങ്ങളാണ്. ഒന്ന് ലാൻഡർ വിക്രം, മറ്റൊന്ന് റോവർ പ്രഗ്യാൻ. വിക്രം എന്ന ലാൻഡറും പ്രഗ്യാൻ എന്ന റോവറുമാണ് നമ്മളിവിടുന്ന് ചന്ദ്രയാൻ 3 ഭാഗമായിട്ട് അയച്ചത്. അതിനകത്ത് വിക്രം ലാൻഡറാണ്. ആ ലാൻഡറിൻ്റെ പ്രചോദനം, വിക്രം എന്ന പേരിൻ്റെ പ്രചോദനം എവിടെ നിന്നാണ് ചോദ്യം. ഉത്തരം വിക്രം സാരാഭായ്, ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച്,
പ്രോഗ്രാം. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് പ്രോഗ്രാം, വിക്രം സാരാഭായ്. അദ്ദേഹമാണ് നമ്മളുടെ ISROയുടെ ആദ്യത്തെ ചെയർമാൻ. ഫസ്റ്റ് ചെയർമാൻ ഓഫ് ISRO വിക്രം സാരാഭായ് എന്ന മഹാ വ്യക്തിത്വത്തിൻ്റെ പേരാണ് നമ്മൾ എന്തിനു കൊടുത്തിരിക്കുന്നത്, ലാൻഡർ നൽകിയിരിക്കുന്നത്, വിക്രം. റോവർ, പ്രഗ്യാൻ എന്നാണ് റോവർ നൽകിയിരിക്കുന്ന പേര്. ആ വാക്കിൻ്റെ അർത്ഥം, അത് സംസ്കൃത വാക്കാണ്. ആ വാക്കിൻ്റെ അർത്ഥം ജ്ഞാനം അല്ലെങ്കിൽ പരമമായ ജ്ഞാനം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ജ്ഞാനം അല്ലെങ്കിൽ പരമമായ ജ്ഞാനം. ഓക്കെ. ചന്ദ്രയാൻ 3 മിഷൻ ഡയറക്ടർ മോഹന കുമാർ. ചന്ദ്രയാൻ 3 മിഷൻ ഡയറക്ടറുണ്ട്. മിഷൻ്റെ ഡയറക്ടറുടെ പേര് മോഹന കുമാർ എന്നാണ്. നമ്മളൊരു കോഡ് പറയാം ഓർത്തിരിക്കാൻ വേണ്ടി. മോഹ മിഷൻ, മോഹ മിഷൻ, ഇതാണ് കോഡ്. ചന്ദ്രയാൻ 3 മിഷൻ ഡയറക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറന്നു പോകാതിരിക്കാൻ ഓർത്താൽ മതി, മോഹ മിഷൻ. ഓക്കെ. അടുത്തത് ചന്ദ്രയാൻ 3 പ്രോജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ. പി വീരമുത്തുവേൽ, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചന്ദ്രയാൻ 3 പ്രോജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ. നമ്മൾ ആ പേര് ഓർത്തിരിക്കാൻ വേണ്ടി PV മുത്തുവേൽ എന്നാക്കുന്നു. PV മുത്തുവേൽ, ഇതാണ് നമ്മുടെ പഠിക്കാനുള്ള പേര്, PV മുത്തുവേൽ. ഈ പിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആ പിക്ക് കൊടുത്തിരിക്കുന്ന എക്സ്പാൻഷൻ എന്താണ്, പ്രോജക്ട് ഡയറക്ടർ. P ഫോർ പ്രോജക്ട് ഡയറക്ടർ, V ഫോർ വീര. P ഫോർ പ്രോജക്ട് ഡയറക്ടർ, V ഫോർ വീര. PV മുത്തുവേൽ, പ്രോജക്ട് ഡയറക്ടർ വീര മുത്തുവേൽ. ഡയറക്ടർ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തുമ്പ, S ഉണ്ണികൃഷ്ണൻ നായർ. ഈ ചന്ദ്രയാൻ നമ്മൾ അയക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിരുന്നു ഇവരെല്ലാവരും. റോക്കറ്റ് ഉണ്ടാക്കിയ നമ്മളുടെ ഉണ്ണികൃഷ്ണൻ സാറും അയച്ച നമ്മുടെ A രാജരാജനും ഒക്കെ ഇതിൻ്റെ ഭാഗമായിരുന്നു, ഈ ചന്ദ്രയാൻ മിഷൻ്റെ ഭാഗം. അപ്പോൾ അത് അവരുടെ എല്ലാം പേരുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ചന്ദ്രയാനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുമ്പോൾ വിവരണാത്മക ചോദ്യം അഥവാ പ്രസ്താവന ചോദ്യം തന്നെയായിരിക്കും വരിക. അതുകൊണ്ട് ആഴത്തിൽ പഠിച്ചേ മതിയാവും. അപ്പോൾ S ഉണ്ണികൃഷ്ണൻ നായരാണ് എന്ത്, റോക്കറ്റിൻ്റെ ആളായിട്ടുള്ള നമ്മുടെ തുമ്പയിലെ VSSCയിലെ ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ പേര് മറക്കാതിരിക്കാനുള്ള ട്രിക്ക് പറയാം. ഞാൻ സാക്ഷാൽ അമ്പാടി കൃഷ്ണനുമായി അദ്ദേഹത്തെ ലിങ്ക് ചെയ്യുകയാണ്. മഹാമാരിയിൽ നിന്നും ഒരു ജനതയെ രക്ഷിക്കാൻ വേണ്ടി ഗോവർദ്ധനഗിരിയെ എടുത്തുയർത്തി ജനങ്ങളെ മഴയിൽ നിന്നും രക്ഷിച്ച സാക്ഷാൽ ഉണ്ണികൃഷ്ണനായിരുന്ന അമ്പാടി കൃഷ്ണനെ ഞാൻ ഈ പേരുമായിട്ട് ലിങ്ക് ചെയ്യുകയാണ്. അദ്ദേഹം അയക്കുന്ന പല റോക്കറ്റുകളിലൂടെ അയച്ചിരിക്കുന്ന പല സാറ്റലൈറ്റുകളും എന്തുദ്ദേശിക്കുന്നുണ്ട്, മഴയെയും അതുപോലെ കാലാവസ്ഥയെയും കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് പല സാറ്റലൈറ്റുകളും അയച്ചിരിക്കുന്നത്. അപ്പോൾ മഴയുമായിട്ട് ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിലൂടെ ഞാൻ അവതരിപ്പിക്കുകയാണ്. മഴയെ തടഞ്ഞു നിർത്തിയ സാക്ഷാൽ അമ്പാടി ഉണ്ണികൃഷ്ണനെ ഞാൻ ഈ ഉണ്ണികൃഷ്ണൻ സാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. അടുത്തത് ഡയറക്ടർ URC, U രാമചന്ദ്ര റാവു സാറ്റലൈറ്റ് സെൻറ്റർ ബംഗളൂരു. U രാമചന്ദ്ര റാവു സാറ്റലൈറ്റ് സെൻറ്റർ ബംഗളൂരു. അവരാണ് എന്ത് ചെയ്തത്, ചന്ദ്രയാൻ്റെ മുഴുവൻ കാര്യങ്ങളും നിരീക്ഷിച്ച ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള വിങ്ങാണ് നമ്മുടെ ബംഗളൂരു നിന്നാണ് ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും നിരീക്ഷിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് M ശങ്കരൻ എന്നാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പേരിനൊരു പ്രത്യേകതയുണ്ട്. അതിതാണ്, ഈ U രാമചന്ദ്ര റാവു സാറ്റലൈറ്റ് സെൻറ്റർ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൻ്റെ മൊത്തം പേരിനകത്ത് M ശങ്കരൻ്റെ K ഒഴികെയുള്ള ബാക്കി എല്ലാ അക്ഷരങ്ങളും കിടപ്പുണ്ട്. നമുക്ക് നോക്കാം. K ഒഴികെയുള്ള എല്ലാ അക്ഷരങ്ങളും ആ പേരിനകത്ത് കിടപ്പുണ്ട്. സാറ്റലൈറ്റിൻ്റെ S നമ്മൾ എടുത്തു, SA. രാമചന്ദ്രൻ്റെ N നമ്മൾ എടുത്തു, ഈ A നമ്മൾ എടുത്തു, ഈ R നമ്മൾ എടുത്തു, ഈ N നമ്മൾ എടുത്തു, ഈ M എടുത്ത് നമ്മൾ വെളിയിലിട്ടു, M. അപ്പോൾ ശങ്കരൻ്റെ M ശങ്കരൻ്റെ K ഒഴികെയുള്ള എല്ലാ അക്ഷരങ്ങളും ചേർന്നാണ് എന്തുള്ളത്, U രാമചന്ദ്ര റാവു സാറ്റലൈറ്റ് സെൻറ്റർ ഉള്ളത്.
യു രാമചന്ദ്ര റാവു സാറ്റലൈറ്റ് സെൻറ്ററിൽ എം ശങ്കരൻ്റെ കെ വഴിയുള്ള എല്ലാ അക്ഷരങ്ങളും ഉണ്ട്. അത് നമുക്കതൊന്ന് തപ്പിയെടുക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ആ സ്ഥാപനത്തിൻ്റെ പേരിനകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അടുത്തത് ഡയറക്ടർ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ട, എ രാജരാജൻ. അപ്പോൾ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്ത് ചന്ദ്രയാനെ അയച്ചത്. അപ്പോൾ ചന്ദ്രയാനെ ലോഞ്ച് ചെയ്ത ലോഞ്ചിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയാണ്. അതിൻ്റെ ഡയറക്ടറുടെ പേരെന്താണ്? എ രാജരാജൻ. ആ പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം, നമുക്കെല്ലാം പരിചയമുള്ളൊരു പേരാണ് എ ആർ രാജരാജവർമ്മ. കേരള പാണിനി എ ആർ രാജരാജവർമ്മയെ ഞാൻ എ രാജരാജനുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. നിങ്ങൾ ഓർത്തോണം, സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിലെ ഡയറക്ടറെ പേര് ചോദിക്കുമ്പോൾ ആരെ ഓർത്തോണം? കേരള പാണിനിയെ ഓർത്തോണം, എ ആർ രാജരാജവർമ്മ. അടുത്ത് ചന്ദ്രയാൻ 3 പ്രധാന ലക്ഷ്യങ്ങൾ. ചന്ദ്രയാൻ 3ൻ്റെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് നമ്മുടെ ISRO പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ ഇതാണ്. ഒന്ന്, ടു ഡെമോൺസ്ട്രേറ്റ് സോഫ്റ്റ് ലാൻഡിംഗ് നിയർ ലൂണാർ സൗത്ത് പോൾ. ലൂണാർ സൗത്ത് പോളിൽ എന്ത് ചെയ്യുക? സോഫ്റ്റ് ആയിട്ട് ലാൻഡ് ചെയ്യുക. ടു ഷോക്കേസ് റോവേഴ്സ് മൊബിലിറ്റി ഓൺ ദി മൂൺ. ചന്ദ്രനിൽ നമ്മുടെ റോവർ എന്ത് ചെയ്യണം? ഇങ്ങനെ പരന്ന് നടന്ന് കാര്യങ്ങളെല്ലാം പരിശോധിച്ച് മനസ്സിലാക്കണം. റോവേഴ്സ് മൊബിലിറ്റി ഓൺ ദി മൂൺ. ടു കണ്ടക്ട് ഇൻസൈറ്റ് ടു സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ്. ആ റോവർ ചെന്നിറങ്ങിയ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും ശാസ്ത്രീയമായി നിരീക്ഷിക്കുക. സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്നതിനുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സുമായിട്ടാണ് നമ്മൾ പോയിരുന്നത്. റോവറും ലാൻഡറും കൂടെ കൂടിച്ചേർന്ന് വിശദമായ ചന്ദ്രനെ സംബന്ധിച്ച എല്ലാ വിശദമായ പഠനങ്ങൾ നടത്താനുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും നമ്മൾ അതിനകത്ത് സജ്ജീകരിച്ചാണ് പോയിരുന്നത്. ഇത്രയുമാണ് അവരുടെ ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ലാൻഡ് ചെയ്യുക, റോവർ പറയി നടക്കുക, എക്സ്പെരിമെൻറ്റ്സ് നടത്തുക. ഓക്കെ. ചന്ദ്രയാൻ 3 വിക്ഷേപണ നേതൃത്വം നൽകിയ ISRO ചെയർമാൻ എസ് സോമനാഥ്. ISRO ചെയർമാൻ എസ് സോമനാഥ് നമുക്കറിയാം. ഇനി ചന്ദ്രയാൻ 3മായി ബന്ധപ്പെട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്ത എസ് സോമനാഥിന് നമ്മളൊരു കോഡ് നൽകുന്നുണ്ട്, സുരൂസ് GK ട്രിക്ക്. ആ കോഡ് ഇതാണ്: സോമചന്ദ്രം. ചന്ദ്രയാൻ 3ൻ്റെ മൊത്തത്തിലുള്ള നമ്മുടെ കോഡ് ഇതാണ്: സോമചന്ദ്രം. പ്രകൃതി ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. പ്രകൃതി ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു രഹസ്യം അതിതാണ്: സോമൻ എന്ന വാക്കിൻ്റെ അർത്ഥം ചന്ദ്രൻ എന്നാണ്. സോമൻ എന്നാൽ ചന്ദ്രൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചന്ദ്രയാൻ 3മായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതലുള്ളതെല്ലാം ഉറപ്പായും മറക്കാത്ത രീതിയിൽ പഠിക്കാൻ കഴിയും, പരീക്ഷയെ ജയിക്കാൻ കഴിയും. ചന്ദ്രയാൻ 1 and 2 നമ്മൾ അടുത്ത ക്ലാസ്സിൽ കൈകാര്യം ചെയ്യുന്നതാണ്. നന്ദി, നമസ്കാരം.